എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് സബീനയുടെ മറ്റ് പലരുടെയും എൻ്റെ കോ-സിസ്റ്റർ സാലിയുടെയും ഒക്കെ നേതൃത്വത്തിൽ മറ്റെല്ലാവരുടെയും സഹായത്തോടുകൂടി ഇതൊരു റിയാലിറ്റിയായി ആദ്യത്തെ സംഗമം സ്റ്റേജിൻ്റെ വനിതകളുടെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് എന്നും വിശ്വസിച്ച ആളാണ് ഞാൻ. എന്തുമാത്രം എമൗണ്ടിലുണ്ട്, എത്ര നമ്പറിലുണ്ടെന്നുള്ളതല്ല, എത്ര ഊർജമുള്ള, എത്ര സ്പിരിറ്റുള്ള, ആർജവുമുള്ള ആളാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിള് നമ്മുടെ നാഷണൽ ലീഡർ ശ്രീ അരവിന്ദ് കെജ്രിവാൾ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം സോഷ്യൽ വർക്കിനായി പേപ്പറിൽ അനൗൺസ് ചെയ്ത് ചുവരുകളിൽ നോട്ടീസ് ഒട്ടിച്ച് നമ്പരും കൊടുത്ത് കാത്തിരുന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് ഒരാളാണ്. അതാണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ശ്രീ മനീഷ് സിസോദിയ. അദ്ദേഹം ഇന്ന് ജയിലിലുമാണ്. ഈ രണ്ട് പേര് തുടങ്ങി വെച്ച 10 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച പാർട്ടിയാണ് ഇന്ന് ഒരു നാഷണൽ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം നമ്പരല്ല, ദൃഢനിശ്ചയത്തോടുകൂടി ആർജവത്തോടുകൂടി സക്സസ് മുന്നിൽ കണ്ടുകൊണ്ട് ഡിസയർ അബൌട്ട് സക്സസ് ഇസ് എ വണ്ടർഫുൾ ക്യാരക്ടർ. ഡിസയർ അബൌട്ട് സക്സസ് ഇസ് എ വണ്ടർഫുൾ ക്യാരക്ടർ. സക്സസിനെ പറ്റി ചിന്തിക്കുകയും അതിൽ വിശ്വാസം വയ്ക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ഡിസയർ ഉള്ളത് കൊണ്ടാണ്, ആ ഹോപ്പ് ഉള്ളത് കൊണ്ടാണ്, ആ ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഈ പാർട്ടി ഇവിടെ വരുമെന്നും, അല്ല ഈ പാർട്ടി ഓൾറെഡി ഇവിടെ ഉണ്ട്, ഈ പാർട്ടി ഇവിടെ വളരുമെന്നും, ഇത് ഡൽഹിയിലെ പോലെയും പഞ്ചാബിലെ പോലെയും ഒരു നാൾ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറും എന്ന പ്രതീക്ഷയോടെ അങ്ങനെയൊരു സക്സസ് മനസ്സിൽ കണ്ടുകൊണ്ട് വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങേറ്റം ഏറെ സ്നേഹത്തോടു കൂടി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കാരണം നാട്ടുമ്പുറങ്ങളിൽ അങ്ങനെയാണ്, ഷഷ്ടി പൂർത്തിയായാൽ 60കൾക്ക് ശേഷം അവർ മക്കളും കാണാൻ വരുന്നവരോട് പറയുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ്. ഞാൻ ഇന്ന് ഷഷ്ടി പൂർത്തി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ചെറുപ്പക്കാരായ പലരും ഉണ്ട്, എൻ്റെ പ്രായക്കാരും ഉണ്ട് ഇതിൽ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈ എഫേർട്ടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, നമ്മളുടെ ഈ ആഗ്രഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊരു ദിവസം ഫലമണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു, ഈ സക്സസ് എന്ന് പറയുന്നത് അത് ആഗ്രഹിക്കുന്നവര് അതിനൊരു ടൂള് കണ്ടുപിടിക്കും. നമുക്കൊരു ഉപകരണം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ ഇത് പ്രദർശിപ്പിക്കുന്ന ഇതെല്ലാം ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ടാണ്. എല്ലാ സക്സസിനും ടൂൾസ് ആവശ്യമാണ്. അപ്പൊ ആ ഇന്റലിജൻസ് ഉള്ളവര് ആ വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ സക്സസിന് ആവശ്യമായ ടൂള് കണ്ടുപിടിക്കും. നമ്മുടെ നാഷണൽ ലീഡർ അരവിന്ദ് കെജ്രിവാളിന്റെ മനസ്സിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക വിഭാഗമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വനിതാ വിഭാഗം എന്ന ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സക്സസിന് ഏറ്റവും കാരണക്കാരായിട്ടുള്ളവര് സ്ത്രീകളാണെന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്നു. വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിൻ്റെ ഇടയിലുമെല്ലാം ഏറെ മുന്നേറിയവരാണ് സ്ത്രീകൾ. പക്ഷെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ അവരെ എന്നും സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ബലം, ഒരു ഫോഴ്സ് ഇന്ത്യയിൽ മുഴുവനും കേരളത്തിലുമുണ്ട്. അപ്പം അതുകൊണ്ടാണ് സ്ത്രീകളുടെ നമ്പർ തുലവും കുറവാകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരാനുള്ള പ്രയാസം, അല്ലെങ്കിൽ അവരെ അത് എന്നോട് എത്രയോ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ല. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് സങ്കടത്തോടു കൂടി എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാൻ അവരെ ഇടുക്കി LICയുടെ പ്രസിഡൻ്റാക്കി. ഒരു മീറ്റിങ്ങിനും വരുന്നില്ല, എന്നും ഓരോ ഒഴിവുകൾ പറയും. ഇന്ന് വീട്ടിൽ എന്താ അതാണ്, ഇന്ന് ഭർത്താവിന് വയ്യ, മതങ്ങളിലേക്ക്. ഞാൻ ഒരു ദിവസം വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം ഞാൻ ഇന്ന് വരെ പറഞ്ഞതെല്ലാം നുണയായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും അധികം ഉണ്ടായിട്ടില്ല, പക്ഷെ എൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ല മാം. മാമിനോടത് പറയാൻ എനിക്ക് നാണമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും നുണ പറഞ്ഞത്.
ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തിക്കോ, പതുക്കെ പതുക്കെ അദ്ദേഹത്തെ മനസ്സിലാക്കി. ഇത് ആദ്യമേ തന്നെ പറയാം, തുറന്നു പറയാം. തുറന്നു പറയൽ ഏറ്റവും വലിയ അത്യാവശ്യം. സത്യം മനുഷ്യരെ സ്വതന്ത്രരാക്കുമെന്നാണ്. ആ കുട്ടിയെ ഞാൻ വെറുതെ പിന്നീട് ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല. എന്നെങ്കിലും നിനക്ക് സ്വാതന്ത്ര്യം കിട്ടും, പക്ഷെ സ്വാതന്ത്ര്യത്തിനായി പരിശ്രമിക്കണം, പതുക്കെ പതുക്കെ പതുക്കെ. ഇതൊരു വെള്ളി കിണ്ണത്തിൽ നമുക്കിങ്ങ് വെച്ച് താലത്തിൽ വെച്ച് തരുന്ന ഒരു സാധനമല്ല. ഇത് നമ്മൾ സ്വന്തമായിട്ട് ആർജിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് സ്വാതന്ത്ര്യം. ഒരു സ്ത്രീക്കും ഒരു പുരുഷനും സമൂഹത്തില് എല്ലാ സ്വാതന്ത്ര്യങ്ങളും കിട്ടി ജനിച്ചവരല്ല. അത് അവരുടെ ജീവിതം കൊണ്ട് അവർ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ്, കുറേശ്ശെ കുറേശ്ശെ. അപ്പൊ ഓരോ നിങ്ങളുടെയും എന്റെയും സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്, നമ്മളുടെ പ്രതിബന്ധങ്ങൾ വ്യത്യാസമുണ്ട്, നമ്മളുടെ ആരോഗ്യം, നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. ആ സാഹചര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ള ഇന്റലിജൻസ് ഉപയോഗിച്ചാലേ ഈ ആം ആദ്മി പാർട്ടിയിലെ ഒരു ഓൾ ഇന്ത്യ ആയിട്ട് നിങ്ങൾക്ക് സക്സസ് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എങ്ങനെ അത് നേടിയെടുക്കണം എന്നുള്ളത്, ഞാൻ എങ്ങനെ നേടിയെടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആകില്ല. കാരണം എന്റെ സാഹചര്യം ഇല്ല, നിങ്ങളുടെ സാഹചര്യം. വി ഓൾ ആർ വെരി യൂണിക് ഇൻഡിവിജ്വൽസ്. നമുക്ക് എല്ലാവർക്കും യൂണിക്നെസ് ആണ് ഉള്ളത്. നമ്മുടെ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ വികാരങ്ങള്, നമ്മുടെ സ്വപ്നങ്ങള്, എല്ലാത്തിനും വൈവിധ്യമുണ്ട്. ആ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ടീം സ്പിരിറ്റ് നമുക്കുണ്ടാവണം. അതാണ് ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ പാർട്ടിയിൽ, മറ്റു പാർട്ടികളിലും ഈ പാർട്ടിയിലും ഇന്ന് വരെ ഇല്ലാത്തതും ആ ടീം സ്പിരിറ്റ് ആണ്. ഇപ്പൊ പലരുടെയും പേരെഴുതി, പലവരുടെയും നേതൃത്വത്തിൽ ഇവിടെ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് കമ്മിറ്റികൾ വന്നു. ഇന്നേ വരെയും പല പ്രാവശ്യം അത് ഡിസോൾവ് ചെയ്തു പോകുന്നു. ഇന്നുള്ള കമ്മിറ്റിയെ ഡിസോൾവ് ചെയ്യാനായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. എങ്ങനെ നമ്മൾ വളരും? അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രാധാന്യം. ഹൗ ഇമ്പോർട്ടന്റ് ദ ഫീമെയിൽ ഗ്രൂപ്പ് ഈസ് എന്നുള്ളത് അവിടെയാണ്. ആ ഒരു ടീം സ്പിരിറ്റോടുകൂടി നമുക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ചില സമയത്ത് നമുക്ക് അസൂയ വരും, ചില സമയത്ത് നമുക്ക് കോംപ്ലക്സുകൾ വരും, ചില സമയത്ത് കോംപ്ലക്സ് ഏത് വരുന്നത്, ചിലർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും, ചിലർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വരും. ഞാനാണ് മിടുക്കിയെന്ന് ചിലർക്ക് തോന്നും, ഞാനല്ല മിടുക്കിയെന്ന് ചിലപ്പോൾ തോന്നലുണ്ടാകും. ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനെ ഗ്രാബ് ചെയ്യേണ്ട, അത് കിട്ടുമ്പോൾ എടുക്കേണ്ട. ഇപ്പൊ നിങ്ങളെല്ലാം ഓരോ ലീഡേഴ്സാണ്. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, വലിയൊരു അംഗീകാരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലെ മൂന്നാമത്തെ പാർട്ടിയായ, നാഷണൽ പാർട്ടികളിൽ മൂന്നാമത് ഇപ്പം നിൽക്കുന്ന, ബിജെപിയും കോൺഗ്രസും കഴിഞ്ഞ് മൂന്നാമത് നിൽക്കുന്ന ഒരു നാഷണൽ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് ലെവൽ ലീഡേഴ്സ് ആയിട്ട്, ഡിസ്ട്രിക്ട് ലെവൽ ലീഡേഴ്സ് ആയിട്ട് ഇതൊരു അംഗീകാരമാണ്, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈശ്വരന് നമുക്ക് തരാവുന്നതും ഇത് തന്നെയാണ്. ഏതൊരു സർവീസിലേക്കും ഏതൊരു സേവനത്തിലേക്കും നമ്മളെ നയിക്കുന്നതും ആ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതിൽ കിട്ടിയിരിക്കുന്ന, ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സ്ത്രീയായിട്ട് ജനിക്കാൻ നമ്മൾക്ക് ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര മനോഹരമായിട്ട് ഓരോ കുടുംബത്തിലെയും വൈവിധ്യങ്ങളായ സാഹചര്യങ്ങളെ, കുറവുകളെ, പരിമിതികളെ ബാലൻസ് ചെയ്തുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് ഒക്കെ അപ്പാടെ എടുക്കാതെ, അതിന്റെ ക്രെഡിറ്റ് ഒക്കെ മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്, ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് വലിയ സേവനം, മൗനമായി സേവനം അനുഷ്ഠിക്കുന്ന ധീര വനിതകളാണ് ഓരോ സ്ത്രീകളും. നമ്മൾ ഓരോരുത്തരും ജന്മം കൊണ്ട് തന്നെ ശക്തരാണ്. ഇന്ന് ഗവൺമെന്റ് ലെവലിൽ ധാരാളം പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം, ശക്തിയായ സ്ത്രീകളെ വീണ്ടും ശാക്തീകരിക്കുക, അവർക്ക് കൊടുക്കേണ്ടത് ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് അവർ പാർട്ടി, ദ ആം ആദ്മി പാർട്ടി ഓഫ് ഇന്ത്യ, ഗിവിംഗ് us big opportunity to work for the nation. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയവരാണ് നമ്മൾ. അപ്പൊ ബാക്കി പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ നമ്മുടെ സക്സസിലേക്ക് മുന്നേറാൻ നമുക്ക് വേണ്ടത് ഒറ്റ മനസ്സാണ്. ആ ഒറ്റ മനസ്സോടെ അതിവിടുത്തെ മറ്റ് ഒരു ജനറൽ ആക്ടിവിറ്റീസിനും സാധിക്കാത്ത വിധം ഉയർന്ന് ചിന്തിക്കാൻ നമ്മൾക്ക് സാധിക്കുന്ന നിമിഷം നമ്മൾ രക്ഷപ്പെടും. ഡേവിഡ് ഫാട്സിന്റെ ബുക്കിൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി, സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിനെ വിളിച്ചു. അപ്പൊ അവര് ഓരോരുത്തരോടും കണക്കെടുത്തു. നീ എത്ര സെയിൽ നടത്തുന്നുണ്ട്? 12,000, 13,000, 14,000 ആ റേറ്റില്. വേറൊരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 60,000, 5 ഇരട്ടി വലുതായിട്ട്. അത് എന്തുകൊണ്ടാണ് അത് സാധിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നോർമൽ മനുഷ്യനാണ്, മറ്റ് റെപ്രസെന്റേറ്റീവ്സിനെ പോലെ തന്നെയാണ്. കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ല, കൂടുതൽ ശാരീരിക മികവില്ല, കൂടുതൽ ബൗദ്ധിക ശേഷിയില്ല. ഒരു നോർമൽ പേഴ്സൺ, he is achieving 60,000 rupees per month.
month. എങ്ങനെയാണ് അത് സാധിച്ചത്? അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ വന്നപ്പോൾ തുടങ്ങി, ഇതിൽ ഇരുന്നപ്പോൾ തുടങ്ങി. എൻ്റെ തിങ്കിങ് വളരെ വലുതായിരുന്നു. എനിക്ക് 12,000 ഒതുങ്ങണ്ടായിരുന്നു, എനിക്കിപ്പോൾ 60 ഒതുങ്ങണ്ട, എനിക്ക് അതിലും ഒതുങ്ങണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ NSCH കളക്ട് ചെയ്യുമ്പോഴും ആൾക്കാരെ കൂട്ടുമ്പോഴും നമ്മുടെ വാർഡിലോ പഞ്ചായത്തിലോ LACയിലോ ഡിസ്ട്രിക്റ്റിലോ സ്റ്റേറ്റിലോ എവിടെ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്തുമാത്രം ഇൻപുട്ട് ഇടാൻ സാധിക്കും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എനിക്ക് എത്ര സാധിക്കും? ചിലപ്പോൾ എനിക്ക് സാധിക്കുന്നത്ര വേറെ ആൾക്ക് സാധിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾക്ക് സാധിക്കുന്ന എനിക്ക് സാധിക്കില്ല. കാരണം നമ്മൾ യുണീക് പേഴ്സൺസ് ആണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ആ യുണീക്നെസ്സിൽ നിന്ന് വരുന്ന കോൺട്രിബ്യൂഷൻ ആണ്. ചിലപ്പോൾ എനിക്കുള്ള റിസോഴ്സസ് ആയിരിക്കത്തില്ല നിങ്ങൾക്കുള്ള റിസോഴ്സസ്, എൻ്റെ ക്വാളിറ്റി ആയിരിക്കത്തില്ല നിങ്ങളുടെ ക്വാളിറ്റി. ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി, ഈ സ്ഥാനത്തിന് വേണ്ടി, ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ എന്ത് വ്യയം ചെയ്യും, ഞാൻ എന്ത് കൊടുക്കും, അതിൻ്റെ മിനിമം എത്രയാണ്, അതിൻ്റെ മാക്സിമം എത്രയാണ്, അതിൽ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ മാക്സിമം ഇൻപുട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വളർത്തണം. അങ്ങനെ ഓരോ വ്യക്തി, ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും വ്യക്തികൾ അവനവൻ്റെ മാക്സിമം ഇൻപുട്ട് വോളണ്ടിയർഷിപ്പ് നിങ്ങൾ ഈ പാർട്ടിക്ക് കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ വരാൻ പോകുന്ന നമ്മൾ ഏറ്റവും വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആദ്യമായിട്ടിരിക്കുന്ന 2025 വാർഡ് പഞ്ചായത്ത് ഇലക്ഷനുകളിൽ നമുക്കറിയാം 50% സീറ്റ് റിസർവ്ഡ് ആണ് ഫോർ ഫീമെയിൽസ്. നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആണത്, അല്ലേ? ആ 50% സീറ്റിലേക്ക് 20,500 പരം വാർഡുകളുള്ള കേരളത്തില് 10,000-ൽ കൂടുതൽ സ്ത്രീ കാൻഡിഡേറ്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. 10,000-ൽ പരം കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കാൻ മാത്രം പോരാ, അവരെ നമ്മൾ പല തരത്തിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? എംപവർ ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം, അവരെ ഇൻസ്പയർ ചെയ്യണം. എല്ലാവരും കൂടെ കൂടി ഇപ്പൊ എങ്ങനെയാണോ കരിങ്കുന്നത്തെ ജനങ്ങള് ഈ മായയും സാലിയും ഒക്കെ ഈ ബീനയെ നമ്മുടെ പ്രസിഡന്റ് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഒരു കുഞ്ഞാണ് നമുക്ക് കരിങ്കുന്നത്ത് ജനിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം മീറ്റിങ്ങുകളിൽ പറയാറുണ്ട്. ബീന കുര്യൻ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ കുഞ്ഞാണ്. അതിന്റെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി വളർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കരിങ്കുന്നം പീപ്പിൾ അവരൊരു ഫുൾ പാനൽ, കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫുൾ പാനൽ ഉണ്ടാക്കി അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായല്ലോ? അപ്പൊ അത്രയധികം സർവീസ് അവരവിടെ. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഏരിയയിൽ നമ്മൾ എന്തുമാത്രം സർവീസ് ചെയ്യുന്നുണ്ട്, എന്തുമാത്രം വോളണ്ടിയർഷിപ്പ് ഇടുന്നുണ്ട്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോരുത്തരുടെയും ഡിസ്ട്രിക്റ്റിലേക്ക് അല്ലെങ്കിൽ LACയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ജനറൽ ഗൈഡൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്പൊ തന്നെ NSCH കളക്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. ആ NSCH കളക്ട് ചെയ്യാൻ വനിതാ വിങ്ങിന്റെ പേരിൽ NSCH കളക്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു തന്നെ നിങ്ങൾക്ക് സക്സസിലേക്കുള്ള നിങ്ങളുടെ വലിയ ഇന്റലിജൻസ് ആണെന്ന്. ഒരു ടൂള്, പണമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരാളോട് നമ്മൾ എത്ര പ്രാവശ്യം മേടിക്കും? അങ്ങനെയല്ല വരേണ്ടത്. കൂട്ടായ ഒരു കോൺട്രിബ്യൂഷൻ ആണ് വേണ്ടത്. ആ പണം കൊടുക്കുന്നതിന്റെ പേരിൽ അവർക്ക് ഒരു കാരണവശാലും മേൽക്കോയ്മ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ആ പണം കൊടുക്കുന്നവരുടെ മനസ്സിൽ എന്താണ്? ഇപ്പൊ നമുക്ക് ഫണ്ടില്ല, എങ്ങനെയെങ്കിലും ഇത് റൺ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവനവന് 100 രൂപ കൊടുക്കാൻ പറ്റുന്നവർ 100 രൂപ കൊടുക്കണം, 200 രൂപ കൊടുക്കാൻ പറ്റുന്നവർ 200 രൂപ കൊടുക്കണം. എനിക്കെപ്പോഴും വിശ്വാസമുണ്ട്, സ്ത്രീകൾ ഒരുമ്പെട്ടാൽ എന്ന് പറഞ്ഞൊരു പ്രസംഗമാണ് ഞാൻ കോളേജിൽ കയറിയപ്പോൾ ആദ്യമേ കേൾക്കുന്ന ഒരു പ്രസംഗം. അത് ഞങ്ങളുടെ അന്നത്തെ മാനേജറുടെ പ്രസംഗമാണ്. നിറച്ചും ആൾക്കാർ 2,500 കുട്ടികളും ടീച്ചേഴ്സും ഇരിക്കുന്ന ഇതിൽ അദ്ദേഹം പറഞ്ഞു, സ്ത്രീ ഒരുമ്പെട്ടാൽ. രണ്ടാമത് വീണ്ടും വളരെ ഉച്ചത്തിൽ വലിയ ശബ്ദമാണ്, അവൾ ഒരുമ്പെട്ടാൽ. അപ്പൊ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹം ചുമ്മാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാ സ്ത്രീകളെയും. അപ്പൊ എല്ലാത്തിൻ്റെയും പിന്നില് ആ വനിതാ കോളേജിൽ അത്രയും സ്ത്രീകളുടെ മുമ്പിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഇതായിരുന്നു, സ്ത്രീകളോ തീരുമാനിച്ചുറച്ചാൽ അത് നേടിയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് സ്ട്രക്ചർ വേണം, രാഷ്ട്രീയമായിട്ട് നമ്മൾ ചിന്തിക്കണം, യോഗങ്ങൾ നടക്കണം, വിശദീകരണ യോഗങ്ങൾ നടക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും പാർട്ടിയെ പറ്റി നല്ലവണ്ണം മനസ്സിലാക്കി, ദൈനംദിന നടക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവനവന്റെ ഏരിയയിൽ വിശദീകരണ യോഗങ്ങൾ നടത്താൻ മാത്രം പ്രാപ്തരാകണം. അതിന് സബീന ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെ അറേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്കത് ചെയ്യണം. ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് എല്ലാ സപ്പോർട്ടും ഞാനും റാണി ആൻഡോയും ഓഫർ ചെയ്യുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഓഫർ ചെയ്യുകയാണ്. ഇവിടെ ഈ NSCH ഫോം നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്ക് എത്ര മാക്സിമം കൊടുക്കാൻ പറ്റും എന്ന എൻ്റെ ചെറിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് ഫോം ഫില്ല് ചെയ്ത് വെച്ചു. വനിതാ ഗ്രൂപ്പിന് വേണ്ടി 100x100 10,000 രൂപ 3 വർഷത്തേക്ക് ഫോമായിട്ട് തരാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഫോം എഴുതി കൊടുത്തിട്ടുണ്ട്. സബീനയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രഷററെ അത് ഏൽപ്പിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഓരോരുത്തർക്കും ഒരു
ഒരു 100 രൂപ കൊടുക്കാനേ സാധിക്കുന്നുള്ളെങ്കിൽ ഒരു 10 പേരെ കൊണ്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്യിപ്പിക്കണം. 10 പേര് 10 ഫോം ഫില്ല് ചെയ്യിച്ചാൽ എത്രയായി? നമുക്ക് 100ആയി. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഒരു 10 പേരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ചാൽ എത്രയോ വലിയ എമൗണ്ട്. ആം ആദ്മി പാർട്ടിയിലെ വനിതാ വിങ്ങിനെ പ്രവർത്തിക്കാൻ, ട്രെയിനിങ് കൊടുക്കാൻ, പ്രോഗ്രാംസ് നടത്താൻ നമുക്ക് ഫണ്ട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത് ഞാൻ പറയുന്നത്, പണ്ട് ഞങ്ങളുടെ നാട്ടുമ്പുറങ്ങൾ, ഞാനൊരു കൃഷിക്കാരിയാണ്, അമ്മമാര് പിടിയരി ഇടുന്ന രീതി ഉണ്ടായിരുന്നു. അവരെന്നും അരി ഇടുമ്പം ആ 3 ഗ്ലാസ് അരിയാണെന്ന് വെക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 1 പിടി അല്ലെങ്കിൽ 2 പിടി അരി മാറ്റി വെക്കും. അന്നേരം അവരത് ചുരുങ്ങുക ചെയ്യുന്നത്. അവർ ചോറ് ചിലപ്പോൾ വിളമ്പുമ്പോൾ കുറവ് വരും. ആ കുറവ് അനുഭവിച്ചുകൊണ്ട് അവർ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന അരി അല്ല ഉപയോഗിച്ച് അവർ പിന്നീട് ചിലപ്പോൾ അരി വാങ്ങിക്കാതിരിക്കും. ആ പൈസ എടുക്കും. എനിക്കൊരു കഥ അറിയാം. ഞാൻ മക്കളെ സ്കൂളിൽ ചേർക്കാനായിട്ട് ഒരു സ്കൂളിൻ്റെ ഓഫീസിന് മുമ്പിൽ കാവലിരിക്കുകയാണ്. അപ്പോൾ ഒരു മഞ്ഞ സഞ്ചിയിൽ കുറച്ചിങ്ങനെ ഒരു മഞ്ഞ സഞ്ചി പിടിച്ചുകൊണ്ട് ഒരു ചേട്ടൻ എൻ്റെ അടുത്തേക്ക്, തമിഴനാണ്, അതിൻ്റെ അപ്പുറത്ത് മുല്ല വൈരമോതിരമൊക്കെ ഇട്ട് ഒരു പാട്ടിയമ്മ ഇരിപ്പുണ്ട്. അപ്പോൾ 5 ദിവസം കണ്ടിന്യൂസ് ബാങ്ക് അവധി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആർക്കും ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് 15,000 രൂപയുള്ള ATM നിന്ന് എടുക്കാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഫീസ് ഒരു 3.5 ലക്ഷം 4 ലക്ഷം രൂപ അവിടെ ഒന്നിച്ചടയ്ക്കണം ആ വർഷത്തെ ഒരു കുട്ടിയുടെ ഫീസായിട്ട്. ആ കുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടറാണ്, വൈഫ് ലെക്ചററാണ്. അവരുടെ ഒന്നും കയ്യിൽ ക്യാഷ് ആയിട്ടില്ല, കാർഡുണ്ട്. അതുകൊണ്ട് പറ്റില്ല. ഇവിടെ ക്യാഷ് ആയിട്ട് തന്നെ ഈ സ്കൂളിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ അമ്മയ്ക്ക്, ഈ ഹസ്ബൻഡ്, ഈ വെല്ലിമ്മയ്ക്ക് ഹസ്ബൻഡ് ഒരു തുക കൊടുക്കും. ഒരു മാസം 50,000 ആണോ 1 ലക്ഷമാണോ എത്രയാണോ കൊടുക്കും. ആരുമില്ലാത്ത സമയത്ത് തേപ്പുകാരനെ വിളിക്കാതെ അമ്മ തന്നെ തേക്കും. ആരുമില്ലാത്ത സമയത്ത് പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ പച്ചക്കറി 1 കിലോ മേടിക്കുന്നിടത്ത് 1/2 കിലോ മേടിക്കുന്നത് എല്ലാവർക്കും കുറേശ്ശേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ സൂക്ഷിച്ചു വെച്ച പണത്തിൽ നിന്ന്, പൈസ ഇല്ലല്ലോ മോനെ ഇന്ന് ചേർക്കാനായിട്ട്, എവിടെ നിന്നുണ്ടാക്കും? അമ്മയുടെ കൂട് പൊട്ടിച്ച് പുറത്തെടുത്തോണ്ട് വന്നപ്പോൾ ഒരു ബോക്സിനകത്തുനിന്ന് 4 ലക്ഷം രൂപ. അതാണ് ഈ മഞ്ഞ സഞ്ചിയിൽ. അന്ന് ഞാൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കരുതലുള്ളവരായിരിക്കണം സ്ത്രീകൾ. അപ്പൊ സ്ത്രീകൾക്ക് എല്ലാ കാര്യത്തിലും, ധനം സമ്പാദിക്കുന്ന കാര്യത്തില്, ധനം വിനിയോഗിക്കുന്ന കാര്യത്തില്, ധനം ചെലവഴിക്കുന്ന കാര്യത്തില് നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കണം, നല്ല ദൃഢതയുള്ളവരായിരിക്കണം, നല്ല കോൺഫിഡന്റ് ആയിരിക്കണം. എങ്ങനെയാ ഒരാൾ വ്യക്തി കോൺഫിഡന്റ് ആകുന്നത്? നമ്മൾ വലിയ ബുദ്ധിയുള്ളവരോ വലിയ കഴിവുള്ളവരോ ഒന്നും ആകണ്ട കോൺഫിഡന്റ് ആകാനായിട്ട്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുന്ന നിമിഷം ആരെയും ഭയപ്പെടാത്ത ഒരു സെൽഫ് റെസ്പെക്ട് നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ സത്യസന്ധമായിട്ട് എന്ന് ചെയ്തു തുടങ്ങുന്നോ, എപ്പോഴൊക്കെ ചെയ്തു കഴിഞ്ഞോ അപ്പോഴൊക്കെയും നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ലെവല്, ആ ധൈര്യത്തോടു കൂടി നമ്മൾക്കിത് ചെയ്യാൻ സാധിക്കും. എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സമീര പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ അതിന് കാരണം സബി കൂടിയാണ്. കാരണം എനിക്ക് എൻ്റെ അസുഖം വന്നിട്ട് എനിക്കിതൊന്ന് പ്രസന്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ. വൈവാവോസിക്ക് നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ വർക്ക് പ്രസന്റ് ചെയ്യണം. സയന്റിസ്റ്റുകളുടെയും ടീച്ചേഴ്സിന്റെ ഓഡിയൻസിന്റെ ഒക്കെ മുമ്പിൽ അവിടെ വെച്ചാണ് നമുക്ക് അവാർഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. എനിക്കത് പ്രസന്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. അപ്പൊ സബിയോ എൻ്റെ തിസീസ് മുഴുവൻ വായിച്ചിട്ട് 2 രാത്രി കൊണ്ട് പ്രസന്റേഷൻ റെഡിയാക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്ന് പറ. സബി എൻ്റെ കൂടെ പറയും, സബി ഞാനും കൂടെ ഇരുന്ന് പറയും. പിന്നെ സബി ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. എനിക്ക് ധൈര്യമില്ല. ഞാൻ എൻ്റെ വൈവാവോസി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ ധൈര്യപ്പെടുത്തി ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട്, ഞാൻ വിചാരിച്ചതിലും നല്ലതായിട്ട് എനിക്കത് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. അന്ന് സബി ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇതെന്താണ്, നമുക്ക് ധൈര്യം കുറയുന്ന സമയത്ത് പരസ്പരം ഷെയർ ചെയ്യുകയും പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും പരസ്പരം ഇൻസ്പയർ ചെയ്യുകയും, നിനക്ക് ആ കുറവാണോ ഉടനെ നമ്മൾ അതിനോട് ചേർന്ന് നിന്നു, നിനക്ക് ഇതാണോ കുറവ് ഉടനെ അടുത്തയാൾ മുമ്പോട്ട് വന്നു. അത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റഡ് ആക്ഷൻ ഒരു ബിഗ് ഫോഴ്സ് ആയിട്ട് കേരളത്തിൽ സ്ത്രീകൾ വളരുകയും 25-ൽ നമ്മുടെ മുദ്ര ഇവിടെ ഉറപ്പിക്കുകയും നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ കഴിവ്, നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഫലം ഈ 2025-ൽ ഇവിടെ ഉണ്ടാകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും, ഇന്നിവിടെ വന്ന ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം ഇവിടെ പോകാനായിട്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് തീർച്ചയായിട്ടും പരസ്പരം ഷെയർ ചെയ്യണം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്, ഇപ്പം ഡിസ്ട്രിക്ട് ലെവലിലുള്ളവർ സ്റ്റേറ്റിനെ കുറ്റപ്പെടുത്തും, സ്റ്റേറ്റിലുള്ളവർ എക്സിക്യൂട്ടീവിനെ കുറ്റപ്പെടുത്തും, LAC-ക്കാര് ഡിസ്ട്രിക്റ്റുകാരെ കുറ്റപ്പെടുത്തും. അങ്ങനെ കുറ്റപ്പെടുത്തിയോണ്ടോ പരാതി പറഞ്ഞതുകൊണ്ടോ നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടത് കുറ്റം പറയലല്ല, കുറ്റം എന്താണ്, പരിഹരിക്കലാണ്. കുറവെന്താണ്, പ്രശ്നം എന്താണ്, ഇപ്പൊ നമ്മൾ അതിൽ ഉയർന്ന് പ്രവർത്തിക്കണം. ഒരു മെയിലിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫീമെയിലിന്റെ ക്വാളിറ്റി വേണ്ടത് പ്രശ്നം പരിഹരിക്കുന്നതിലാണ്. തടസ്സങ്ങളിൽ മാറി, ഇവിടെ തടസ്സമാണെങ്കിൽ
അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു മാറാനുള്ള ആർജവം ഉണ്ടാകണം, ധൈര്യം ഉണ്ടാകണം, ഇന്റലിജൻസ് ഉണ്ടാകണം, പൂർണ്ണ ബുദ്ധി ഉണ്ടാകണം. അപ്പം ആം ആദ്മി പാർട്ടീനെ അതിന്റെ ഹൈറ്റ്സിൽ എത്തിക്കണമെന്ന് നമ്മൾ എത്തിക്കുമെന്ന് ആഗ്രഹിച്ച് ശ്രീ അരവിന്ദ് കെജ്രിവാൾജി ഒരു ഫീമെയിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ വനിതാ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തില് വിദ്യാഭ്യാസമുള്ള പ്രബുദ്ധതയുള്ള സ്ത്രീകള് അത് നമ്മൾ ലോകത്തിന് മുമ്പിൽ, കേരളത്തിന് മുമ്പിൽ അത് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ബീന അല്ലെങ്കിൽ കരിങ്കുന്നത്ത് ബീനയെ ജയിപ്പിച്ച് കരിങ്കുന്നത്തെ പ്രവർത്തകർ കാണിച്ചു കൊടുത്തതുപോലെ കേരളത്തിൽ 2025 വരുന്ന ഇലക്ഷനിൽ ഏത് സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീകളെയും അങ്ങേയറ്റം ശക്തിയോടുകൂടി പ്രവർത്തിച്ച് ജയിപ്പിക്കാനുള്ള ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കണമേ എന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇലക്ഷൻ നിൽക്കുക എന്ന് പറയുന്ന ഒരു ധൈര്യം തന്നെയാണ്. അമിനക്കുട്ടീനെ സ്നേഹത്തോടു കൂടി ഞാൻ അഭിനന്ദനം നേരുകയാണ്. അത് നിൽക്കാനായിട്ട് സാധിച്ചല്ലോ, അതൊരു ധൈര്യമാണ്. ആരാണ് ഒരു ലീഡർ? ഞാൻ വിളിച്ചാൽ 10 പേര് വരുമോ, ഞാൻ വിളിച്ചാൽ 10 പേര് കേൾക്കുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു ലീഡറാണ്. ഇപ്പം സബീന വിളിച്ചപ്പം, സാലി വിളിച്ചപ്പം, നമ്മുടെ കാമില വിളിച്ചപ്പം നിങ്ങൾ വന്നു. ഒരു യഥാർത്ഥത്തിൽ ലീഡേഴ്സാണ്. നിങ്ങൾ വിളിച്ചാൽ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുമെങ്കിൽ, ആ ആൾക്കൂട്ടം നിങ്ങളെ ശ്രമിക്കുമെങ്കിൽ, ആ ആൾക്കൂട്ടം നിങ്ങളോട് ചേർന്ന് നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലീഡറാണ്. അപ്പം നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒരു ഉച്ചനീചത്വം ഇല്ലാതെ ആരാണ് വലുത് ആരാണ് ചെറുത് അങ്ങനെയില്ല. നമ്മൾ വോളണ്ടിയേഴ്സ് ആണ്. ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. ഈ രാജ്യം നന്നാക്കാൻ വേണ്ടി, നമ്മുടെ സ്റ്റേറ്റിനെ നന്നാക്കാൻ വേണ്ടി, ഇവിടെ മതേതരത്വം നിലനിർത്താൻ വേണ്ടി, ഇവിടെ എന്താ പറയുന്നത് നമ്മുടെ സോഷ്യലിസം നിലനിർത്താൻ വേണ്ടി, ഫെഡറലിസം നിലനിർത്താൻ വേണ്ടി, ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി, അതിനൊക്കെയാണല്ലോ ഇപ്പൊ എന്ത് വന്നിരിക്കുന്നത്, കടക്കൽ മഴ വീണിരിക്കുന്നത്. ജനാധിപത്യം ഹിംസിക്കപ്പെടുകയാണ് ഇപ്പം. അല്ലെങ്കിൽ എന്താ പറയുന്നത് ഭരണഘടന തന്നെ മാറ്റി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ഭരണഘടന നമുക്ക് തരുന്ന ഇക്വാലിറ്റിയിലേക്ക് ഓരോ സ്ത്രീകളെയും കൈപിടിച്ചുയർത്താനും സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സേവനം ചെയ്യാനുമായിട്ട് ദൈവം നിയോഗിച്ചവരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ വന്ന എല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. എല്ലാവരെയും, നമ്മളെല്ലാവരെയും, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.